അവരവിടൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഒരു പിണക്കോ ഒന്നുമില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് ത്രോട്ട് വയ്യാതിരുന്ന സമയത്ത് അതിനു മുമ്പേ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്തതാണ് ട്രിവാൻഡ്രത്ത്. വലിയ വലിയ ഗായകരൊക്കെയാണ് പാടുന്നത്. അവരുടെ കൂടെ ഈ എളിയവളായ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ പാടുന്ന ആ പ്രോഗ്രാമിന് അടുക്കുന്നതോറും അന്നേരമാണ് എൻ്റെ ശബ്ദത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു വ്യത്യാസം വരികയും എനിക്ക് പാടാൻ പറ്റാതെ വരികയൊക്കെ ചെയ്തത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഈ പ്രോഗ്രാമിന് പോകണ്ട, കാരണം എൻ്റെ ത്രോട്ടിൻ്റെ അവസ്ഥ എനിക്കറിയാം. അത്രയും ആയിരങ്ങൾ തടിച്ചു കൂടുന്ന വലിയ സ്റ്റേജിൽ എല്ലാവരുടെയും ഒപ്പം നിന്ന് പാടുമ്പം ഞാൻ മാത്രം ഇങ്ങനെ പാടാൻ ബുദ്ധിമുട്ടുമ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്, നാണക്കേടാവും, നമ്മുടെ ഇമേജിനെ അത് ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിന് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, സാരമില്ല, നീ പാടണ്ട, പക്ഷേ അവിടെ പോയി 2 വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ അവസ്ഥ ഇന്നതാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്റ്റേജിൽ ചെന്ന് കഴിഞ്ഞ് കീബോർഡ് വായിക്കുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞു, അതുപോലെ ജിജി ഏത് പാട്ടാണ് പാടുന്നത്, എന്നോട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല ജി, നന്നായിട്ട് പാടാൻ പറ്റും എന്നൊക്കെ എന്നോട് പറഞ്ഞെങ്കിൽ എനിക്കൊരു ആത്മവിശ്വാസ കുറവുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞാൻ പിന്നെ എല്ലാവരുടെയും നിർബന്ധം മൂലം ഞാൻ പാടാൻ സമ്മതിച്ചു. അലകടലാണ് ഞാൻ പാടാൻ തിരഞ്ഞെടുത്ത പാട്ട്. അതിൻ്റെ ഒറിജിനൽ സ്കെയില് എ മൈനറാണ്. ഞാനത് ഒരു നോട്ട് കുറച്ച് ജി മൈനറിന് പാടാമെന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരുന്നു. പക്ഷേ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അത് ഒറിജിനൽ സ്കെയിലിൽ തന്നെ പോട്ടെ, അവൾ അറിയണ്ടെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റേജിൽ കയറി പാടാൻ തുടങ്ങിക്കഴിഞ്ഞ് പിച്ച് ഒരു നോട്ട് കൂട്ടി അവർ ചെയ്തെന്നോ അവരങ്ങനെ ഒരു എ മൈനറിന് അവർ വായിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഒറിജിനൽ സ്കെയിലിൽ തന്നെ പാടും. പക്ഷേ എനിക്ക് പാടിയിട്ട് ഒരു സ്ട്രെയിനും തോന്നില്ല. ഞാനിങ്ങനെ എൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട്, ഇതെങ്ങനെ ആയി തീരും, ഇതെങ്ങനെ അവസാനിക്കും, ഇത് ഒച്ചയടയ്ക്കുമോ, പാട്ടടയ്ക്ക് നിന്ന് പോവുമോ, എന്നെ മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുമോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ നോർമലി കണ്ണടച്ചുകൊണ്ടാണ് എപ്പോഴും പാടുന്നത്. ഞാനിങ്ങനെ കണ്ണടച്ച് പാടിക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കാണുകയാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ പൊക്കമുള്ള ഒരാൾ, അതായത് ഒരു മഞ്ഞ് മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരാൾ, പഞ്ഞിക്കെട്ടാണോ അതോ മഞ്ഞ് മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ല, ഒരാൾ മൈക്കും പിടിച്ചുകൊണ്ട് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു. അപ്പം ഞാൻ ആദ്യം ഓർത്ത് സ്റ്റേജിലൊക്കെ സാധാരണ ഈ പാസ്റ്റർമാരൊക്കെ കയറി അനൗൺസ് ചെയ്യാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റേജിലോട്ടൊക്കെ വരും, അങ്ങനെ അവരാരെങ്കിലും ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനിങ്ങനെ ഇടയ്ക്കിങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ എൻ്റെ തോന്നലാണോ അതോ എന്താണെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കിയപ്പം ഞാനിങ്ങനെ എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാൻ കണ്ടതാണ് ഒരു മഞ്ഞ് മനുഷ്യൻ എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ പാട്ട് പാടി തീർന്നു കഴിഞ്ഞ് അത് അപ്രത്യക്ഷമായി. എൻ്റെ കണ്ണ് സത്യം പറഞ്ഞാൽ നിറഞ്ഞു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, അവരുടെ ആരെങ്കിലും നിന്നായിരുന്നോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചു. അന്നേരം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കും ഓർമ്മ വന്നില്ല. ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞുപോയി. കാരണം ദൈവം നമ്മളെ ഉപയോഗിച്ചാൽ അത് അങ്ങേയറ്റത്ത് എക്സ്ട്രീം ലെവലിലാണ് നമ്മളെ ദൈവം ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ അതുവരെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ കുറേ നാളുകളായി ഞാൻ വലിയൊരു കഷ്ടതയിൽ കൂടി എൻ്റെ ശബ്ദം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമത്തിൽ ഞാനിങ്ങനെ ആയിരുന്നു. ഈ പ്രോഗ്രാമിന് വരാൻ പോലും എനിക്ക് താല്പര്യമില്ലാതിരുന്ന സമയത്ത് ആ സ്റ്റേജിൽ ദൈവം എന്നെ ഉപയോഗിച്ചത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. ഞാനിത് പലരോടും ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ ഒരു അനുഭവം. കാരണം ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു കാര്യം നമുക്കത് മാറ്റാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ അനുഭവത്തിൽ നിന്നുണ്ടായൊരു കാര്യമാണ്. ഞാനിങ്ങനെ ഈ പാട്ട് പാടി തീർന്ന ഉടനെ സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇത്രയും നന്നായിട്ട് ഈ പാട്ട് ഇന്ന് വരെ ജിജി സ്റ്റേജിൽ പാടിയിട്ടില്ല, ഇതാദ്യമായിട്ടാണ് ഇത്രയും പെർഫെക്ഷനോടുകൂടി പാടുന്നതെന്ന് പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഞാനിത് പറയുകയാണ്.